ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഒരു അടിപൊളി എപ്പിസോഡ് നമ്മൾ ഇതേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടിപൊളി എപ്പിസോഡ് എന്ന് പറയാൻ കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ടു പുതിയ റൗണ്ട്സ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എനിക്കറിയാം പ്രേക്ഷകരൊക്കെ എന്നെ പോലെ തന്നെ ജഡ്ജസ് ചോയ്സിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ്. എന്തൊക്കെ റൗണ്ട് ആയിരിക്കും അവർക്ക് കിട്ടുക, എങ്ങനെയായിരിക്കും പെർഫോമൻസ് എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അതുപോലെ ഡിബേറ്റ് റൗണ്ട് ഉണ്ട്, പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ മെലഡി പെർഫോമൻസ് ഉണ്ട്. അതൊക്കെ കാണാനായിട്ട് കേൾക്കാനായിട്ട് നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇന്നൊക്കെ നമ്മൾ കാണാനും കേൾക്കാനും ഒരേപോലെ എൻജോയ് ചെയ്യാനും പോവാണ്. അപ്പോൾ പ്രേക്ഷകർ ചെയ്യേണ്ടത് താഴെ കാണുന്ന QR കോഡിൽ ഓരോ ആൾക്കാരും പാടുന്ന സമയത്ത് ടിവിയുടെ താഴെ ഒരു QR കോഡ് കാണും. അത് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ കുട്ടി പാട്ടുകാർക്ക് വോട്ട് ചെയ്യുക, അവരെ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യണം. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് നമ്മുടെ ആര്യ ചേച്ചി. വെൽക്കം. റെഡി അല്ലേ മൂന്നുപേരും? MJ അങ്കിൾ, നമുക്ക് ഇനി ഒരു ഡിബേറ്റ് പെർഫോമൻസ് കേട്ടാലോ? ഡിബേറ്റ് ആണ് ഇപ്പൊ എന്റെ ഫേവറേറ്റ്. അതെ, ഡിബേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി പേര് നമുക്കുണ്ട്. ഞാനും ആ കൂട്ടത്തിൽ ഒരാളാണ്. അങ്ങനെ ഒരു കിഡിലൻ ഡിബേറ്റ് പെർഫോമൻസാ വരാൻ പോകുന്നത്. 2 ചക്കരമുത്തുകളാ വരാൻ പോകുന്നത്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സ്വന്തം റിയാൻ കുട്ടനും എസ്തർ കുട്ടിയും എത്താണ്. ലെറ്റ്സ് വെൽക്കം എസ്തർ റോസ് ആൻഡ് റിയാൻ കുട്ടൻ ഓൺ സ്റ്റേജ്. എന്തോ കോംബോ ട്ടാ. നല്ല രസമുണ്ട് രണ്ടുപേരെ. കഴിഞ്ഞ പ്രാവശ്യം പൊൻവീണയും പാടിയതല്ലേ ഞാനും എസ്തറും. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാ. റിയാൻകുട്ടൻ എന്താ CEO ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത്. മോഹൻലാൽ സാറ് സിനിമയില് ഫുള്ളി വേഷം ഇട്ടിട്ട. അതാണ് അതുകൊണ്ടാ. എന്തായാലും നല്ല കോമ്പിനേഷൻ, 2 ഡ്രസ്സും നല്ല രസമുണ്ട് കേട്ടോ. രണ്ടുപേരെയും ഇങ്ങനെയോ എവിടുന്നോ എടുത്തിങ്ങ് വെച്ച പോലെ ഇല്ലേ? രണ്ടുപേരും കൂടെ അടിച്ചു പൊളിക്കാൻ പോകണല്ലേ? യാത പാട്ട് അല്ലികളിൽ അഴകലയോ. അത് രാധാകൃഷ്ണൻ ചേട്ടന്റെ പാട്ടല്ലേ? രാധാകൃഷ്ണൻ ചേട്ടൻ, രാധാകൃഷ്ണൻ സാറിന്റെ ഓർമ്മ അല്ലേ? ഓർമ്മയാണല്ലേ? ഞാൻ രാധാകൃഷ്ണൻ സാറിന്റെ രണ്ടാമത്തെ പാട്ടാ പാടുന്നേ. ഞാൻ ആദ്യം ഓമൃതുലെ പാടിയായിരുന്നു. ഓമൃതുലെ എന്തൊരു നന്നായിരുന്നു. ബ്യൂട്ടിഫുൾ താങ്ക് യു സാർ. എസ്തറുടി കഴിഞ്ഞ പ്രാവശ്യം പാടിയ പാട്ട് ഏതാ? എനിക്ക് അങ്ങനെ പാട്ടൊന്നും ഓർമ്മ വരുന്നില്ല. അതൊക്കെ മറന്നു. എത്ര പെട്ടെന്ന് കഴിഞ്ഞ പെർഫോമൻസ് മറന്നുപോയല്ലേ? കഴിഞ്ഞ പെർഫോമൻസ് ഏതായിരുന്നു? എനിക്കറിയാം. വെളുക്കമ്മ അത്രയും വെളുത്താണ്. വെളുക്കമ്മ എന്തായാലും അത് നന്നായിരുന്നു കേട്ടോ. വഴി വക്കില് അല്ലേ? അതെ. അപ്പൊ ഈ വഴിവക്കില് ഈ പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബാബുക്ക അന്ന് ബിരിയാണിനെ പറ്റിയൊക്കെ പാടിയല്ലോ. അന്ന് ആക്ച്വലി ബിരിയാണി ഡേ ആയിരുന്നു. ചുമ്മാ പറയരുത്. അല്ല, അത് ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് that was known as ബിരിയാണി ഡേ at Sims. അയ്യോ, അന്നാണ് ആ മോള് പാടിയത്. അത് ശരി, അത് ശരി, അത് ശരി. കോഇൻസിഡൻസ് തന്നെ. അത് സാധാരണ ബിരിയാണി അല്ല, കണ്ണൻ ചിരട്ടയിലാണ് ബിരിയാണി വെച്ചത്. നേരാ, അത് കൊള്ളായിരുന്നു. അതെ. ഇപ്പൊ എന്തായാലും നമ്മൾ അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ള ഒരു പാട്ടാ കേൾക്കാൻ പോകുന്നേ. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറയണം. നമ്മുടെ റിയാൻകുട്ടന് ഒരു പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെയോ? പക്ഷെ 2 ദിവസം എടുക്കുന്ന പറഞ്ഞവര്. അത് സാരില്ല, 2 ദിവസം സ്പെഷ്യൽ സ്ഥലത്ത് നിന്നാ അവരാദ്യം പൊറോട്ട അതിങ്ങനെ അതിൽ എണ്ണയില് നെയ്യൊക്കെ ചേർത്ത് ഇങ്ങനെ അടിച്ചടിച്ച് വെച്ചിരിക്കും. എന്നിട്ട് അത് അടുത്ത ദിവസം എടുക്കുള്ളൂ. അന്ന് പൊറോട്ട എടുക്കൂല. അതവിടെ അടച്ചു വെക്കും. അത് അടച്ചു വെക്കും. പ്രിപ്പറേഷൻ ആണ്. അടുത്ത ദിവസം കൂട്ടത്തിൽ നമുക്കും വേണേ. എല്ലാവർക്കും ഉണ്ട്. എനിക്കും. പിന്നെ അത് വീശ് പൊറോട്ടയാണ്. വീശ് പൊറോട്ട. എന്നാ പിന്നെ എസ്തറിന് വരണം പറ്റി. അതെ, എസ്തറിന് അനിയത്തിക്കുട്ടിക്ക് കൊടുത്താൽ മതി എന്നല്ലേ പറഞ്ഞേ? എന്ത്? അല്ല, അനിയത്തി പൊറോട്ട അറിയാന്നല്ലേ പറഞ്ഞേ? കാറെന്നാണ്, ഞാനത് മറന്നുപോയി. അപ്പൊ കാറ് റെഡി ആവുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഗറാഷിലാണെന്ന് തോന്നുന്നു. അവിടെ പാർട്ടി അവിടെ ഇട്ടിരിക്കുക. അപ്പൊ പൊറോട്ട പിന്നെ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രീതിയിലുള്ള ചിക്കൻ ഫ്രൈയാ കേട്ടോ. എനിക്ക് കൊതി വരുന്നു. ഇതൊക്കെ പറഞ്ഞ് വെറുതെ ഹൈപ്പ് ചെയ്ത് കൊടുക്കാതിരിക്കരുത്. അത് മാത്രമല്ല, ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചെണ്ണയില് എസ്തർ കുട്ടിക്ക് അതാ വായില വെള്ളം വരുന്നുണ്ട്. അതെ, വെറുതെ ഇരിക്കുന്നത് നമ്മളെ എല്ലാരും പൊറോട്ടയും ചിക്കൻ ഫ്രൈ 2 ദിവസം പോരുന്നതാണ്. ഓക്കെ അങ്കിൾ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. ഞങ്ങൾക്ക് വേണേ, മറക്കരുത്. അതെ, മറക്കില്ല. ഉണ്ണിച്ചേട്ടനെ ഒരിക്കലും മറക്കില്ല. അനിയത്തിക്ക് ടോയ് കാർ വാങ്ങിച്ചു കൊടുക്കും. സംശയമില്ല, കുറച്ച് വലിയ കാറ് തന്നെ വാങ്ങിച്ചു കൊടുത്തേക്കാം. സന്തോഷായി. എസ്തർ കുട്ടി, നമുക്ക് ഡ്യുവറ്റ് പാടാം. നമ്മുടെ എസ്തർ കുട്ടിയും റിയാൻ കുട്ടനും പാട്ട് പാടാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പ്രേക്ഷകരെല്ലാവരും താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് എസ്തർ കുട്ടിക്കും റിയാൻ കുട്ടനും വോട്ട് ചെയ്യണം കേട്ടോ. ചേച്ചി ഓക്കെ.
താങ്ക് യു ചേച്ചി. സക്കീർ ഭായിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആ തബല വായിക്കണ അങ്കിളല്ലേ? തബല വായിക്കുന്ന ആനന്ദ് ഉണ്ടല്ലോ. അല്ല, അതോ സക്കീർ മുരളിയാണോ? ഹുസൈൻ അങ്കിള്. ആ ബായി അല്ല ഈ ബായി, ഇത് വേറെ ബായിയാ. ആനന്ദ് അങ്കിള്. ആ അതാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ പേര് സക്കീർ അലി ഹുസൈൻ. ACP മേരി കുര്യൻ അറിയാമോ? സക്കീർ ഹുസൈനെ അറിയാം. മോഹൻലാൽ സക്കീർ- സാറല്ലേ? അതന്നെ. ഇപ്പൊ കണ്ടുപിടിച്ചു. സാറേ, ആ. ഞാൻ ഈ പ്രജാ സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ 2 വർഷം മുന്നേ എങ്ങാണ്ട്, അതുകൊണ്ട് എനിക്ക് അത്ര ഓർമ്മയില്ല സിനിമ. ഓർമ്മയില്ല. എന്തോ ഒരു രാമച്ചം എങ്ങാണ്ട് പറഞ്ഞിട്ട് എന്തോ ഒരു വില്ലൻ മരിച്ചിട്ടല്ലേ സിനിമ അവസാനിക്കണേ? എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇവര് രണ്ടുപേരാണ്, അവരുടെ ഒരു പ്രണയ ഗാനമാണ് ഈ പാട്ട്. ആ, രണ്ടുപേരും കൂടെ നന്നായിട്ട് പാടിയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. താങ്ക് യു സാർ. താങ്ക് യു സാർ. മദന മധുവർഷമോ അതാരെ പാടിയത്? നമ്മുടെ അത് എസ്ത്രൂട്ടൻ ആദ്യം പാടിയ ആ അത്. ആ വർഷമോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു 4 കിലോമീറ്റർ ആയിപ്പോയി. അതൊരു 2 കിലോമീറ്റർ ആയി കുറച്ചാൽ നന്നായിരിക്കും. ലെങ്ത് കൂടിപ്പോയി അതിന്. വർഷമോ വർഷമോ ഞാൻ നോക്കുമ്പോഴത്തേക്കും വർഷമോ നീണ്ടുപോവാ. ഇങ്ങനെ അനന്തമായിട്ടുള്ള ഏതോ അനന്തത്തെ തേടി നടക്കുന്ന ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് ഇത്രയും വേണ്ടായിരുന്നു കേട്ടോ. റിയാകൂടാ, ആ രതിസ്വരം എന്ന് പറഞ്ഞില്ലേ, ആ അവിടെ അത് ചാടി വന്നായിരുന്നു. ആ ഒരൊറ്റ ജമ്പാണ് പാട്ടിലോട്ട്. ആ അപ്പൊ അത് കുറച്ചും കൂടെ നല്ല ഒരു സോഫ്റ്റ് എൻട്രി ആയിരിക്കും നല്ലത്, ആ അല്ലേ? എന്നാ അങ്ങനെ അല്ലെങ്കിൽ അവിടെ പോലീസ് പിടിച്ച് നടത്തും, സ്പീഡ് കൂടുതലാണെന്ന്. കേട്ടാ? അയ്യോ. അപ്പൊ അത് പാടില്ല, ഓവർ സ്പീഡിങ് പാടില്ല. ഓ ഗമദനിസ. രതിസ്വരമേ അത് കുറച്ചും കൂടെ സോഫ്റ്റർ ആയിട്ട്. രതിസ്വരമേറ്റു പാടിടും പുഴയോ പുഴയുടെ പാട്ടുമോളിടും പൂവോ പൂവിനു കാറ്റു നൽകിടും മണമോ നിന്നാണം. കൊള്ളാലോ. താങ്ക് യു സാർ. ഇപ്പൊ കൊള്ളാം. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഈ തരുണത്തിൽ എന്റെ റിയാങ്കുട്ട ഈ ഹെഡ് വോയിസ് കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഹെഡ് വോയിസ് അത് കുറച്ചൊന്ന് കുറയ്ക്കാം. അപ്പൊ കുറച്ചും കൂടെ ഒരു ഓപ്പൺ, ഒരു മിക്സ്ഡ് വോയിസ് അവിടെ കേൾക്കട്ടെ. രതിസ്വരമേറ്റു പാടിടും പുഴയോ പുഴയുടെ പാട്ടുമോളിടും പൂവോ പൂവിനു കാറ്റു നൽകിടും മണമോ നിന്നാണം. ഇതെങ്ങനെയുണ്ട്? കുറച്ചുകൂടെ ബെറ്റർ അല്ലേ? ബ്രൈറ്റർ ആയിട്ടുണ്ട് കുറച്ചും കൂടെ. ബ്രൈറ്റർ ആണ്. അതില്ലേ സാറേ, ആ. ഗ്രൂമിങ്ങിന് പാടിയപ്പോ ഞാൻ അങ്ങനെ തന്നെ പാടി, പക്ഷെ വല്ലാതെ വെള്ളി അടിച്ചിട്ടൊരു സുഖം ഉണ്ടായില്ല. അപ്പൊ മാറ്റിയതാണല്ലേ. പുഴയുടെ പാട്ട് അങ്ങനെ ഒരു അങ്ങനെ വരുമ്പോഴില്ലേ ഒരു വീക്ക്നെസ് പോലെ ഫീൽ ചെയ്യും. വീക്ക്നെസ്. ശബ്ദം വീക്കാൻ പാടില്ല. മാത്രമല്ല അവിടെയല്ലേ എൻട്രി വരുന്നത്, മെയിൽ വോയിസിന്റെ എൻട്രി ഈ പാട്ടിലല്ലേ. യെസ്. അപ്പൊ മെയിൽ വോയിസ് സക്കീർ ഭായ് ഇങ്ങനെയൊക്കെയാണ് പാടണേ. സക്കീർ ഭായ് ഭയങ്കര സ്ട്രോങ് അല്ലേ, ഒരൊറ്റ ഐഡിയാണ്. അപ്പൊ ആ സ്ട്രെങ്ത്തിലാണ് ഈ പാട്ട് വരേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഗന്ധമാദനത്തിൻ അതും ടു സോഫ്റ്റ് ആയിട്ട് പാടി. ഒന്ന് പാടാമോ? ഗന്ധമാദനത്തിൻ ചോട്ടിൽ സൗഗന്ധികങ്ങളിൽ. ഇതിപ്പോ പാടുമ്പോ ഈ സക്കീർ ഭായ് അല്ല പാടുന്നത്, ഇതൊരു കോവാലൻ പാടുന്ന പോലെയാണ്. അത് സക്കീർ ഭായിലേക്ക് മാറ്റൂ. ഭയങ്കര ഓപ്പൺ ആയിട്ട് ആ ഗന്ധമാദനത്തിൻ ചോട്ടിൽ. അത് കല്ലെറിഞ്ഞ പോലെ ആയിപ്പോ. അത് സക്കീർ ഭായി ഭയങ്കരമായിട്ട് കളിയാക്കി. ഞാൻ ആരായിട്ട് പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പൊ ഒന്നുകൂടെ MG അണ്ണനത് പറയാം ഇങ്ങനെ പാടുന്നത്. ഗന്ധമാദനത്തിൻ ചോട്ടിൽ സൗഗന്ധികങ്ങളിൽ നിൻ മനസ്സിൻ പരിമളം നിറയുന്നുവോ. ഓക്കെ, ഇപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മൾ എത്ര ശബ്ദം കൊടുക്കണം, എത്ര ശബ്ദം കൊടുക്കണ്ട എന്നുള്ളത്. എസ്ത്രൂട്ടി അനുപല്ലവിക്ക് പാടിയത് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ഈ ശബ്ദത്തിന് വലിയ ആരാധകനായിട്ട് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എസ്ത്രൂട്ടന്റെ ഒരിക്കലല്ല, 2 പ്രാവശ്യമല്ല, 5 പ്രാവശ്യമല്ല, ഇപ്പൊ 35 പ്രാവശ്യമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് 36ാമത്തെ ആണെന്ന് തോന്നുന്നു. എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ എസ്ത്രൂട്ടിക്ക് ഒരു ബിരിയാണി കൊടുക്കണം കേട്ടോ. ഒരു ബിരിയാണി ഡേ. അപ്പൊ പൊറോട്ട കുട്ടന് പൊറോട്ട. അപ്പൊ പൊറോട്ട കുട്ടനും ബിരിയാണി കുട്ടിയും കൂടെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് വളരെ രസമായിട്ട് തോന്നി. ഈ സിനിമയുടെ എന്താണ് അതിന്റെ വിഷ്വൽസ് ഒക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചും ഈ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ആ തേർഡ് ബീജം വയലൻസ് വായിച്ചിരിക്കുന്ന പോർഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെന്താന്ന് വെച്ചാ റിയാങ്കുട, ദ മ്യൂസീഷ്യൻ റിയാങ്കുട്ടന് വേണ്ടി പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ ഹിന്ദോളം എന്ന് പറഞ്ഞ രാഗമല്ലേ, സഗമദനി സനിദ മഗസ ആ നീ ഒന്ന് കുറച്ച് പൊക്കി നോക്കിയാൽ സഗമദനി
സാ സനിധ മഗ ആ സാ. വൈശാഖ് സാർ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തോ മാൽക്കോൺസ് അങ്ങനെയൊക്കെ ചന്ദ്രകോൺസ്. ചന്ദ്രകോൺസ് ഈ സഗമധനിസ ആദ്യത്തെ പാടിയില്ലേ ഹിന്ദോളം, ആ അതിന് മാൽക്കോൺസ്. കറസ്പോണ്ടിങ് ഹിന്ദുസ്ഥാനി രാഗമായിട്ടാണ് മാൽക്കൗൺസ് പറയുന്നത്. ആ മാൽക്കൗൺസും ചന്ദ്രകൗൺസും ആണ്. ആ. അത് ആ ബീജം ഒന്ന് വായിക്കാമോ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് വന്ന് ഭയങ്കര ഭയങ്കര രസമാണ്. അത് Yes. എനിക്ക് തോന്നുന്നത് കണ്ണനും ബെന്നിയാണ് ഇത് ചെയ്തിരിക്കുന്നതാണ് എന്റെ ഓർമ്മ. അതെ. അപ്പൊ കണ്ണന് ആ ഓർമ്മകൾക്ക് മുമ്പിൽ വലിയ നമസ്കാരം. Yes. അതുപോലെ ബെന്നി ദ ഗ്രേറ്റ് മ്യൂസീഷ്യൻ. ഹായ് ബെന്നി. അപ്പൊ രണ്ടുപേരും കലക്കി, ആ താങ്ക് യു സർ. കലക്കി. താങ്ക് യു സാർ. താങ്ക് യു. നല്ലൊരു ട്രൈ ആയിരുന്നു കേട്ടോ അത്. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ സോങ്, വെൽ റെൻഡേർഡ്. എനിക്ക് ചെറിയൊരു അഭിപ്രായം തോന്നിയത് റിയാൻകുട്ടന് ഇത് കുറച്ച് ബേസ് ആണോ നമ്മളിത് മോനെ? അത് നമ്മള് ജിയിലാക്കിയതായിരുന്നു, പക്ഷെ ജിയില് വെള്ളി വീണിട്ട് F ഷാർപ്പ് ആക്കി. ഓ അതുകൊണ്ടാണ് അല്ലേ. കുറച്ച് ബ്രെത്ത് മോനെ ഇപ്പോഴും അന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ ബ്രെത്ത് കുറച്ചുകൂടി ഒന്ന് കൺട്രോളിൽ വരുത്തണം. അത് ഇന്ന് എനിക്ക് റിഹേഴ്സലിനൊക്കെ പാടിപ്പം ഈ സ്റ്റേജിൽ വന്നപ്പോഴേക്കും കംഫോർട്ട് ഇച്ചിരി ഒന്ന് കുറഞ്ഞു അല്ലേ? കുറഞ്ഞു. അനുപല്ലവിയില് മോൻ ഫസ്റ്റ് ലൈനൊക്കെ പാടിയില്ലേ, ആ അതങ്ങോട്ട് പാടി അവസാനിപ്പിക്കുമ്പോഴേക്കും ബ്രെത്ത് തീരെ ഇല്ലാണ്ടാവുന്ന മാതിരി എടുത്തു തോന്നി. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ, അത് ഇമ്പ്രൂവ് ചെയ്യണം മോൻ. ആ ബ്രെത്ത് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. അപ്പൊ കൂടുതൽ ഭംഗിയായിട്ട് പാടാം ഏത് നോട്ട്സും. എനിക്ക് അതാണ് പല സ്ഥലത്തും തോന്നിയത്. ഫൈനൽ പല്ലവിയില്ലേ, ലാസ്റ്റ് പല്ലവി, ആ അതിലൊരു സാധനം പാടിയിരുന്നല്ലോ മോൻ. യെസ്. രണ്ടാളും കൂടി പാടിയില്ലേ, ആ അതൊന്ന് പാടാമോ രണ്ടാളും ചേർന്ന്? നന്നായിരുന്നു അത്. നിൻമൊഴിയിൽ മദന മധുവർഷമോ. ആ നല്ല സിംഗ്രണൈസ്ഡ് ആയിട്ട് വന്നു, അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് നന്നായിരുന്നു കേട്ടോ, രണ്ടുപേരും കൂടിയിട്ട് പാടിയത് Thank you, ബ്യൂട്ടിഫുൾ sir. ആയിരുന്നു. എസ്തരൂട്ടി എന്തോ. ബ്യൂട്ടിഫുൾ ആയി പാടി മോളെ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. നല്ല ആ പാട്ടിന്റെ ഒരു റൊമാൻറ്റിക് ഫീല് മോളെ കൊണ്ടുവന്നു. എല്ലാ താങ്ക് യു സർ. ബ്യൂട്ടിഫുള്ളി ഡൺ. താങ്ക് യു. ഗുഡ് ലക്ക്. താങ്ക് യു സർ. നല്ല കിടിലൻ സെലക്ഷൻ ഓഫ് സോങ്, നല്ല കിടിലൻ പെർഫോമൻസ്. താങ്ക് യു. കിവിലോസ്കി. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഇത്. ഓക്കെ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ ഒരുപാട് സ്റ്റേജുകളിൽ ഇങ്ങനെ പാടിയിട്ടുള്ള ഒരു പാട്ടും കൂടെയാണ്. ആഹാ, അപ്പൊ അങ്ങനെ കുറെ മെമ്മറീസ് എനിക്ക് ഇങ്ങനെ വന്നു. അത് ശരി. സോ താങ്ക് യു സോ മച്ച് ഫോർ സിംഗിങ് ദിസ് ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു ചേച്ചി. യെസ്. അപ്പൊ എനിക്ക് ഓരോ ആളുടേതായിട്ട് പറയാം. റിയാൻകുട്ടൻ്റെത് എനിക്ക് ആദ്യം ബ്രെത്ത് ആണ് ഇന്നൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളത്. വില്ലനോ? ഇന്നത്തെ വില്ലനോ? യെസ്. പക്ഷെ വലിയ ഫ്രേസസ് ഉണ്ട് ഇന്ന്. ആ അല്ലേ, നന്നായി മാനേജ് ചെയ്തിട്ടുണ്ട് റിയാൻകുട്ടൻ കേട്ടോ. ഓക്കെ ചേച്ചി. ഇന്ന് ബ്രെത്ത് ആണ് ഇന്നൊരു പ്രശ്നം വന്നത്. പിന്നെ MJ സർ പറഞ്ഞ പോലെ കുറച്ചധികം സോഫ്റ്റ് ആയി പോയ പോലെ ചെയ്തു ആ ആ തോന്നി. ഓക്കെ, ആ. അപ്പൊ അതാണ് എനിക്ക് ഇന്ന് തോന്നിയത്. എസ്തർ ബേബിനെ നേരെ തിരിച്ചിട്ടാ എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചും കൂടെ സോഫ്റ്റ് ആവായിരുന്നു എന്ന് തോന്നി. അതായത് രണ്ടുപേരും ഒരു ബാലൻസിൽ വരായിരുന്നു എന്ന് തോന്നിയേ. എസ്പെഷ്യലി ആദ്യം ഒരു അകാരം പാടുന്നില്ലേ, ആ. അത് കുറച്ചും കൂടെ ഒന്ന് ഹസ്കി ആക്കിയിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേനെ തോന്നി. യെസ്. ഇത്ര ലെങ്ത് വേണ്ട, എന്നാലും കുറച്ചും കൂടെ ഹസ്കി ആയിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയി. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പല്ലവി കഴിഞ്ഞിട്ടുള്ള എൻഡിലും ഇതുപോലെ ഒന്ന് പാടുന്നുണ്ട്. എന്തായിരുന്നു? യെസ്. അവിടെയൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി വരാം നമുക്ക്. എല്ലാം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആണ്. കിടിലം പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. താങ്ക് യു ചേച്ചി. നല്ല ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഈ മാർക്ക് അറിയാം രണ്ടുപേരുടെയും? മാർക്ക് അറിയാം. ഇപ്രാവശ്യം രണ്ടുപേർക്ക് 2 മാർക്കാണ് കേട്ടോ. ആണോ? ഓക്കെ. ആ അതെ അതെ അതെ. റിയാൻകുട്ടന് it is going to be 97.5 out of 100 today. താങ്ക് യു സാർ. എസ്തറുടിക്ക് it is going to be 98 on 100 today. താങ്ക് യു സാർ. അപ്പൊ രണ്ടുപേരും നല്ല മാർക്ക് സ്കോർ ചെയ്തു. ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം ഇതിലും സൂപ്പർ മാർക്ക് മേടിക്കണം രണ്ടാള് കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ. ബൈ ബൈ ബൈ. ബൈ ചേച്ചി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നൈറ്റ് സാർ. ഉണ്ണിയങ്കൾ
യെസ്. ഇനി നമ്മുടെ റൗണ്ട് വന്നിരിക്കുകയാണ്. ജഡ്ജസ് ചോയ്സ് ആണ് റൗണ്ട് വന്നിരിക്കുന്നത്. ജഡ്ജസ് ചോയ്സിൽ നമ്മുടെ കുഞ്ഞാറ്റ കിളി പാടാനെത്താണ്. വിളിച്ചാലോ? ബെഷ്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം സുഭദ്ര കുട്ടി ഓൺ സ്റ്റേജ്. ഹായ്. ഹലോ. ഇതാണോ കിളി പോയ കുഞ്ഞാറ്റ? കുഞ്ഞാറ്റ കിളി പോയോ? കുഞ്ഞാറ്റക്ക് കിളി പോയോന്ന്? ഇല്ല. അയ്യോ, ഇത് നല്ല ഉടുപ്പ്. നല്ല ഉടുപ്പാണല്ലോ. ആണോ? നല്ല ഉടുപ്പ്. താങ്ക് യു. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ടല്ലോ. എന്താ? ഏതാ? ഒരു അവിടെ. പൂവും ഒരു ഇതൊക്കെ. ഒരു വലിയ ഇതെന്തോ? പൂവുണ്ട്. ആര് പറഞ്ഞു അതൊക്കെ വയ്ക്കാൻ? പിന്നെ ഈ കൈ നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്. അപ്പൊ അത് നേരെ റൗണ്ടിലേക്ക് പോവാം. Yes. ഓക്കെ, നമുക്ക് ഉണ്ണി അങ്കിളിനെ വിളിക്കാം. വിളിക്കാം. പ്രോഗ്രസ് കാർഡ് പറയാനായിട്ട്. Yes. ഇന്നത്തെ നമ്മുടെ പ്രിൻസിപ്പൽ ഉണ്ണി അങ്കിൾ ആണ്. Yes. വെൽക്കം ഉണ്ണി അങ്കിൾ. ഹായ് കുഞ്ഞാറ്റ. ഹായ് സാർ. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഏറ്റവും വലിയ അഭിമാനം, അതെ, ഏറ്റവും വലിയ അഹങ്കാരം, ഏറ്റവും അധികം ഫാൻസ് ഉള്ള ഒരാൾ. ഏറ്റവും അധികം ഫാൻസ് ഉള്ള കുഞ്ഞാറ്റക്കിളി. അതെ. എന്ത് തോന്നുന്നു ഈ സ്റ്റേജിൽ ഇവിടെ സന്തോഷം. വന്നപ്പോ എന്തായിരുന്നു? ആദ്യം വന്നപ്പോ ആകെ പരിഭ്രമായിരുന്നോ? പരിഭ്രമം എന്ന് പറഞ്ഞ എനിക്ക് അറിയില്ല എന്താ സംഭവം. ശരി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരണത് പോലും. അപ്പൊ എനിക്ക് ഞാൻ വിചാരിച്ച കിട്ടത്തൊന്നില്ല, എന്നാലും പാടിയേക്ക എന്നുള്ള രീതിയിലാണ് പാടിയത്. ഇപ്പൊ പിന്നെ എനിക്ക് എന്താ എന്തായിരുന്നു സന്തോഷം. ഫസ്റ്റ് റൗണ്ടിൽ പാടി? ശ്യാമമേഘ. ശ്യാമമേഘ. ഇപ്പൊ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തി ആ, അല്ലേ? എന്താ ഒരു പുച്ഛം. അതെ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും സന്തോഷായിട്ട് എന്താ സാർ പുച്ചിക്ക. ഇന്ന് ഇങ്ങനെയാ കുഞ്ഞാറ്റക്കിളി, എന്താന്നറിയില്ല. ഇന്നത്തെ ഒരു സ്ഥായി ഭാവം, ഒരു പുച്ഛ. കുഞ്ഞാറ്റക്കിളി ഈ സ്റ്റേജിലെത്തുമ്പോ സന്തോഷല്ലേ വേണ്ട? അതെ, സന്തോഷമുണ്ട്. പിന്നെ ഇപ്പൊ പ്രോഗ്രസ് കാർഡ് കാണുമ്പോ ആ പുച്ഛം അങ്ങ് മാറും. അത് മാറിക്കോളും. Yes. ഓക്കെ, കാണാം നമുക്ക്. വാ. ഓ, ആഹാ, ആഹാ. 35 ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടാ. ആ, ഉണ്ടാ പുച്ഛം മാറിയില്ലേ ഇപ്പൊ? കൊള്ളാം, കൊള്ളാം. പുച്ഛന്മാരെ. 35 പാട്ട് മൊത്തം പാടി. 35 സോങ്സില് 700. 7 സെഞ്ചുറീസ്. 2 സ്റ്റാർ ഒന്ന്, 2 സ്റ്റാർ ഒന്ന്, 5 സ്റ്റാർ ഒന്ന്. യെസ്. ഇതും ചാടുമായിരുന്നല്ലോ ഉണ്ണിയങ്കള്. 2 സ്റ്റാർ പിന്നെ ഇങ്ങ് ഒറ്റ ചാട്ടം. അപ്പൊ ഇന്ന് എന്തൊക്കെയോ തീരുമാനിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെയൊക്കെ എണ്ണം കൂട്ടണം. അല്ലേ? യെസ്. യെസ്. അപ്പൊ അത് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം. നമുക്ക് ജഡ്ജസ് ചോയ്സ് വരും, 4 പേരുടെ ഫോട്ടോ വരും. അതിൽ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് ആളെ സെലക്ട് ചെയ്തതെന്ന് പറയണം. ഓക്കെ, അപ്പോഴാണ് റൗണ്ട് വരിക. ഓക്കെ, ശരി, വെച്ചോ. ഒരാളെ പറഞ്ഞോ എന്തുകൊണ്ടാണ് ആളെ സെലക്ട് ചെയ്യുന്നത്. ആ ഉണ്ടക്കണ്ണ് കണ്ടിട്ട് ഞാൻ പറയാ, ആ ഉണ്ടക്കണ്ണ് കണ്ടിട്ട് സെലക്ട് ചെയ്യരുത്. ആര് ചേച്ചി എന്തുകൊണ്ട്? എന്ത് പറഞ്ഞാലും ഞാൻ മടങ്ങും. അത് മൈൻഡ് ചെയ്യണ്ട കുഞ്ഞാറ്റക്കിളി. അത് ചുമ്മാ പറഞ്ഞോ, പറയുന്നതാ. വെറുതെ എല്ലാ പറയുന്നതാ, പിള്ളേരും എല്ലാരുടെ അടുത്തും പറയുന്നതാ. അപ്പൊ കുഴപ്പമില്ല. പറഞ്ഞോ. വെറുതെ അത് സെലക്ട് ചെയ്തല്ലേ? അതെ, ആ ഉണ്ടക്കണ്ണുകൾ കണ്ടപ്പോ തോന്നി. അതൊന്നും പറ്റൂല, അങ്ങനെ രക്ഷപ്പെടാൻ ഒരു സിൻസിയർ ആയിട്ട് കാരണം പറ. ആര്യ ചേച്ചീനെ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യാൻ കാരണം പറഞ്ഞോ. ആര്യ ചേച്ചിയുടെ പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്. ഓക്കേ, അതുകൊണ്ട് പിന്നെ ആര്യ ചേച്ചിയുടെ സംസാരം ഇഷ്ടമല്ലേ? അയ്യോ, ഞങ്ങള് ഭയങ്കര കമ്പനിയാണ്. നമ്മള് കമ്പനിയാണ്. ഇത് പറയാൻ അത്രയും നേരം ചങ്സ്. അതെ, എന്ത് പറയണെന്ന് എനിക്ക് അറിയില്ല. ഇതൊക്കെ ആലോചിച്ച് എത്ര നേരം? യെസ്. അപ്പൊ നമുക്ക് പാട്ടാണോ പണിയാണോ വരാൻ പോണേ നോക്കാം. നോക്കാം. ആര്യ ചേച്ചി ഡാൻസ് തുടങ്ങിക്കോ. അച്ഛൻ കൊമ്പത്ത്, ഇതൊരു ടാസ്ക്. ഇത് വരമ്പത്ത്. ഓ, ഇതെന്താന്നറിയോ? എന്താ ഇത്? നമുക്കിപ്പോ മോളിന്ന് വന്ന ഉത്തരം അനുസരിച്ച്, അതായത് കുഞ്ഞാറ്റയ്ക്ക് അച്ഛനെ അമ്മയെ സ്റ്റേജിൽ വിളിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കാം, ഇഷ്ടമുള്ള ടാസ്ക്. ആ മുഖം തെളിഞ്ഞത് കണ്ടോ? അത് കൊള്ളാം. അത് കൊള്ളാം. അപ്പൊ വിളിച്ചോ, അച്ഛൻ്റെ അമ്മയെ വിളിച്ചോ. വാ അച്ഛ അമ്മ. ഇവിടെ നിന്ന് എന്താ വരാൻ പോകുന്നത് ഇപ്പൊ കാണാം. കുഞ്ഞാറ്റക്കിളി, എന്തോ എനിക്കൊരു സംശയം. ആ. വീട്ടിൽ അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കാറുണ്ടോ? ചട്ടിയും കലാകുമ്പോ ഓഫ് കോഴ്സ് തട്ടിമുട്ടയൊക്കെ ഇരിക്കൂലോ. അങ്ങനെ കാണാറുണ്ടോ? ഇടക്കൊക്കെ അത് അപ്പ തന്നെ ഞാനിങ്ങനെ വേണ്ട അച്ഛൻ അമ്മേന്റെ അടുത്ത് മിണ്ടോ, അമ്മ അച്ഛൻ്റെ അടുത്ത് മിണ്ടെന്ന് പറയുമ്പോ കേൾക്കത്തില്ല.
പിന്നെ ഞാൻ ചോദിച്ചാ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ പോയിരിക്കുമ്പോ ഇവര് അടയും ചക്കരയും പോലെ ഇരിക്കും. അപ്പൊ തന്നെ മാറും. അപ്പൊ ഇങ്ങനെ ചോദിച്ചാലോ, വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന പോലെ ഇവിടെ ഒരു വഴക്കുണ്ടാക്കാൻ പറഞ്ഞാലോ? ആ. അത് കൊള്ളാം ചേട്ടാ, ഒരു വഴക്കുണ്ടാക്കും പ്ലീസ്, നിങ്ങൾ ഒരു വഴക്കുണ്ടാക്കും. നല്ല മുട്ട പണിയാണ് കൊടുത്തത്. അതെ, എന്തിനാ സാധാരണ വഴക്കുണ്ടാവുക? ക്ലീനിങ് ചേട്ടൻ നന്നായിട്ട് ക്ലീൻ ചെയ്യൂല. അല്ല, എപ്പോഴും ക്ലീൻ ചെയ്തിട്ടേക്കണം. വരുമ്പോഴേ അവിടെ ഇവിടെ ആയിട്ട് ഒരു സാധനം പോലും കാണാൻ പാടില്ല. എപ്പോഴും നല്ല ഞാൻ വിചാരിച്ചു ചേട്ടൻ നന്നായി ക്ലീൻ ചെയ്യാത്തോണ്ട് ചേച്ചി വഴക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാ. എന്റെ വീട്ടിലെ പോലെയാണോ? അതെ അതെ. കുഞ്ഞാറ്റെ, എന്തോ നമുക്ക് ഷോട്ടിന് പോവാം. പോവാ. ഷോട്ടിന് റെഡിയല്ലേ? ക്യാമറ ഞങ്ങള് റെഡി. സ്റ്റാർട്ട്. ക്യാമറ ആക്ഷൻ. സപ്പോസ് അങ്ങനെ ഒരു സാധനം മാറ്റി ഇട്ടു എന്ന് വിചാരിക്കുക, ചേട്ടൻ വരുമ്പോഴത്തേക്ക് എല്ലാം അലങ്കോലമാക്കി ഇട്ടിരിക്കുന്നു. അപ്പൊ ചേട്ടന്റെ റിയാക്ഷൻ? വളരെ സീരിയസ് ആണോ? ഇതെന്താണ് ഈ വീടൊക്കെ കാണിച്ചിട്ടേക്കണം അലമ്പാക്കി ഇട്ടേക്കണം എന്താണ് ഇങ്ങനെ ഞാൻ ചോദിക്കാറ്. നമുക്ക് ആ വഴക്കുണ്ടാക്കണ അതാണ്. അത് ഈ കുഞ്ഞാറ്റ അനന്തവും വന്നിട്ട് ആ പുസ്തകമൊക്കെ എല്ലാം എടുത്ത് അവിടെ വെച്ചിരിക്കണം. ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. ഒന്ന് വഴക്ക് പറ. ജോലി കഴിഞ്ഞിട്ട് 4 മണിക്ക് വരുന്നതല്ലേ, അപ്പൊ ഞാൻ ഈ രാത്രിയൊക്കെ വരുമ്പോഴേക്കും പിന്നെ ഞാൻ വന്നിട്ട് ക്ലീൻ ചെയ്യാൻ ഇട്ടേക്കണം ഇവിടെ വീടും പരിസരമൊക്കെ. നിങ്ങൾ വരുമ്പോ റെഡിയാക്കണം. അതൊന്നുമല്ല, അവനെ പഠിക്കാനിരിക്കണ്ടേ, അതുകൊണ്ടാണ് അവന് ആ സമയത്ത് ആ പുസ്തകം എടുത്ത് വെച്ചിട്ട് എടാ എത്ര നേരം ഞാൻ പറഞ്ഞു അത് അവനോടൊന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് അത് എടുത്ത് വെക്കണപോലും ഇല്ല. ഈ പിള്ളേരോട് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വഴക്കിടാതെ അവരോട് കൂടി പറ. ഇതെല്ലാത്തിനും എന്നെ മാത്രം വഴക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? അതന്നെ, പുറത്തേക്ക് വരട്ടെ ഇങ്ങോട്ട്. ഞാൻ മക്കളെ അമ്മ തകർത്തി അമ്മേനെ മക്കളെയും കൂടിയാണ് പറഞ്ഞേക്കണം. നിങ്ങളെ ശ്രദ്ധിക്കണം വീടും പരിസരമൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ വീട് ഇത് അലമ്പായിട്ട് എപ്പോഴും കിടക്കുള്ളൂ. ഒരു മനുഷ്യൻ ശാന്തമായ വഴക്ക്. അല്ലല്ലോ അന്തരീക്ഷത്തിലുള്ള വഴക്ക്. പക്ഷെ ചേച്ചി സൂപ്പറായിട്ട് വഴക്കുണ്ടാക്കി. രണ്ടുപേരുടെയും ഡയലോഗ്സ് അടിപൊളിയായിരുന്നു. ഭാവിയുണ്ട് കേട്ടോ. അതെ അതെ ചേച്ചി. അതിനിടയ്ക്ക് കുഞ്ഞാറ്റൊക്കെ ഇട്ട് പണി കൊടുത്തത് അതെ അതുള്ളതാ. ഞാനോ പാവം കുഞ്ഞാറ്റ, ഒന്നും അറിയാത്തൊരു കുഞ്ഞാറ്റ. അതെ ചേട്ടക്ക് ഞാനും കാണിക്കും. അപ്പൊ പാട്ട് കാണണ്ടേ? കാണണം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ സെലക്ട് ചെയ്യണം. അച്ഛമ്മ ഇവിടെ വന്നു സൈഡിൽ. ഇനി നമുക്ക് ശരിക്കും വേറൊരാളെ സെലക്ട് ചെയ്യണം. അതും പണിയാവരുത് കേട്ടോ. ആരുടെ ഡാൻസാ കാണേണ്ടത്? എംജെകളുടെ ഡാൻസ് ആണ് കാണേണ്ടത്. അടിപൊളി സൂപ്പർ. അപ്പൊ കുഞ്ഞാറ്റക്കിളി ഓക്കെ അല്ലേ? പ്രിപ്പയർഡ് അല്ലേ? അടിപൊളി ഹിറ്റ്സ് പറയാനായിട്ട് റെഡി അല്ലേ എല്ലാരും? ഏത് പാട്ടാ പാടണേ? അടിപൊളി ഹിറ്റ്സ് വിജന സുരഭി. എന്റെ ഫേവറേറ്റ് പാട്ട്. നമ്മുടെ കുഞ്ഞാറ്റക്കിളി പാടുന്ന സമയത്ത് പ്രേക്ഷകരെല്ലാവരും താഴെ കാണുന്ന നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്ത് കുഞ്ഞാറ്റയ്ക്ക് വോട്ട് ചെയ്യുക. അപ്പൊ കുഞ്ഞാറ്റക്കിളി ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. വിജന
ബലിയാൻ മാധവം മലരുകൾ തൂവിയ ശയ്യയിൽ പ്രണയ നിവേദ്യമിതേൽക്കുവാൻ പ്രിയനു പരിഭവമോ തനനം തനനം സൂപ്പർ സൂപ്പർ. താങ്ക് യു. കോറസ് അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി. സൂപ്പർ ആയിരുന്നു. മോളുടെ പേര് എനിക്ക് മുക്തിക. ഓക്കെ മുക്തിക. മുക്തിക തകർത്തി. Thank you. എല്ലാവരും നല്ല സോ clean. ഗുഡ്. അതുപോലെ സുശാന്ത് ഏട്ടാ സൂപ്പർ ഡൂപ്പർ. തജ്ജം. തകച്ചം. 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 പിന്നല്ല കുഞ്ഞാറ്റെ, എന്തോ ഓരോ പ്രാവശ്യവും കുഞ്ഞാറ്റ പാടുമ്പോഴത്തേക്കും പുതിയ പുതിയ ഫ്ലേവറുകൾ പോരുകയാണ്. കഴിഞ്ഞ ദിവസം പ്രണയസന്ധ്യ പാടിയില്ലേ, ആ അപ്പൊ ഞാൻ ഔസപ്പച്ചൻ ചേട്ടനെ അയച്ചു കൊടുത്തിരുന്നു. ആണോ? ആ അപ്പൊ ചേട്ടൻ പറഞ്ഞു നന്നായിട്ട് പാടിയിട്ടുണ്ട് ആ കുട്ടി. ഓ താങ്ക് യു. അതൊരു സംഭവമല്ലേ. ആ ഇന്നത്തെ പെർഫോമൻസ് എനിക്ക് സംഭവ ബഹുലമായിട്ട് തോന്നി. താങ്ക് യു. ഇതെങ്ങനെ കുഞ്ഞാറ്റെ? അത് എനിക്ക് അറിയില്ല സാറേ. ഹൗ ആർ യു ഡൂയിങ് ദിസ്? ഐ ഡോണ്ട് നോ മാം. Really no? പറ്റിപ്പോന്നാണ് കുഞ്ഞാറ്റ പാടിയതിൽ എനിക്ക് ഒന്ന് രണ്ട് ശകലങ്ങൾ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതെവിടെയെന്ന് പറഞ്ഞാൽ മധുകണങ്ങൾ നുകരുവാനായി എന്നുള്ളത് ശ്രുതി ചേർത്ത് പാടിയില്ല. മധുകണങ്ങൾ പോരാ. പോരാ. ശ്രുതി ചേർന്നില്ല. മധുകണങ്ങൾ നുകരുവാനായി ശലഭമേ നീ പോയോ സ്മൃതി പരാഗ. മധുകൾ ഓർക്കാത്തതിന് കുഴപ്പമായിരുന്നു. അതായിരുന്നു. സോറി മധുകളെ. പിന്നെ അടുത്തതിൽ നിമിഷ നൗകയിലേറി, അതെനിക്ക് മനസ്സിലായില്ല. സമയ നദിയിൽ ആലസമൊഴുകും നിമിഷ നൗകയിലേറി. അതൊക്കെ കറക്റ്റ്. യെസ്. ഇല്ലേ, അത് അത് കോറസും ഉണ്ടല്ലോ. കോറസും രണ്ടുപേരും കൂടെ വന്നപ്പോഴത്തേക്കും ശ്രുതി ചേർന്നില്ല, കോറസിനും ചേർന്നില്ല, കുഞ്ഞാറ്റയ്ക്കും ചേർന്നില്ല, മൊത്തമായിട്ടും ചേർന്നില്ല. Why like this, കുഞ്ഞാറ്റെ? What is this, കുഞ്ഞാറ്റക്കളി? I don't like this. I also don't like that. Yeah. Yeah. കുഞ്ഞാറ്റ ഒന്ന് പഠിക്കും. നാഥാ നിൻ പ്രേമവനിതൻ ഓരത്തായി വിരിഞ്ഞലിയുവാൻ. ആഹാ, ഒഴുകി വീണു. ഇപ്പൊ കറക്റ്റ്. ഇപ്പൊ കോറസിനോട് പാടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഫോക്കസ് പോകാൻ പാടില്ല. അതിലോട്ട് ചെവി കൊടുക്കുന്നോണ്ടാണ് നമുക്ക് അതിലേക്ക് അവര് ശ്രുതി അറിഞ്ഞില്ലെങ്കിൽ നമ്മളും പോയി എന്നുള്ള അവസ്ഥ വരണം. പറഞ്ഞു മനസ്സിലായോ? അത് മനസ്സിൽ വച്ചുകൊള്ളുക, മനസ്സിൽ ആക്കിക്കൊള്ളുക, നിരന്തരം, നിർഭയം. ഓക്കെ. ഞാനക്കടി ആദ്യം തന്നെ രാഹുൽ രാജ് എന്നൊരു സല്യൂട്ട്. യെസ്, സ്റ്റൈലിഷ് സോങ്. ഇത് പാട്ട് ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ കുറെ തവണ കേട്ടിട്ടുണ്ട്. ഡിഫറെന്റ് കോൺസെപ്റ്റ്. അതുപോലെ പാടിയിരിക്കുന്ന രമ്യ നമ്പീശൻ ഓൾസോ ഹാസ് സങ് ഇറ്റ് സോ നൈസ്ലി. ആൻഡ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കമ്പോസിഷൻ. അതിന്റെ റിതംസ് ആയാലും ശരി, എല്ലാം തന്നെ അതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റും വളരെ ഒരു സ്റ്റൈലിഷ്, മികച്ച പ്രൊഡക്ഷൻ ആണ്. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രൊഡക്ഷൻ. അപ്പോൾ രാഹുൽ രാജിന്റെ ഒരു വലിയ സല്യൂട്ട്. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ റഫീഖ് അഹമ്മദ് ജി. യെസ്, രണ്ടുപേർക്കും വലിയൊരു സല്യൂട്ട്. ആൻഡ് മോള് അത് നന്നായി നല്ല കൺസീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ നന്നായി കൺസീവ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നന്നായി പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്ലൈറ്റ് ആയിട്ടുള്ള പിച്ചിങ് ഇഷ്യൂസ് ആണ്. അത് നമുക്ക് ലൈവില് വരാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ അത് വരാതെ നോക്കണം ഇനി കേട്ടോ. മാക്സിമം പെർഫെക്ഷനിലേക്ക് ഇനി എത്തിയേ പറ്റൂ. സോ അത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, കുഞ്ഞാറ്റക്കിളി നേരത്തെ ഇട്ടോണ്ട് വന്ന കോസ്റ്റ്യൂമും അടിപൊളി, ഈ കോസ്റ്റ്യൂമും സൂപ്പർ ഡൂപ്പർ അടിപൊളി. അതാണ് ഞാൻ പറയാൻ പോകുന്നത് അടുത്തത്. അത് ഗംഭീരായിട്ടോ. സ്റ്റെപ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അത് വളരെ കൂളായിട്ട് ചെയ്തു. അത് പാട്ടിനേക്കാളും പൊളിച്ചു. അതെ, അടിപൊളി.
അത് എന്നെ വിപിൻ എന്ന് പറഞ്ഞൊരു സാറ് പഠിപ്പിച്ചതാ. പഠിപ്പിച്ചതാണ്. ഇന്നലെ വാട്സാപ്പിൽ വീഡിയോ കോൾ വിളിച്ചിട്ട് പഠിച്ചതാ. വെരി പഠിച്ചു. ഗുഡ്. അതൊക്കെയാണ് എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും കേട്ടോ. താങ്ക് യു. പിന്നെ എപ്പോഴും പറയണ പോലെ കുഞ്ഞാറ്റയ്ക്ക് കുഞ്ഞാറ്റയുടേതായിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ട്. അത് ഓരോ അക്ഷരങ്ങൾ പറയുമ്പോഴും ആ ഫ്ലേവർ ഇങ്ങനെ ഇങ്ങനെ ഉന്തി നിൽക്കും. അത് കേൾക്കാവേ ഫ്ലേവർ അത് കുഞ്ഞാറ്റ ഫ്ലേവർ. കുഞ്ഞാറ്റ ഫ്ലേവർ. യെസ്. പിന്നെ എനിക്ക് പിച്ചിന്റെ കാര്യം MJ സാർ പറഞ്ഞു, മധുഗണങ്ങൾ, പിന്നെ നാഥാനിൻ പ്രേമവനിതൻ. പിന്നെ ഒരു സംശയം, ഈ ജന്മം കോടിയണിയാൻ നിദ്രാവരും. അത്ര ലെങ്ത് ഇല്ലേ അവിടെ? ഇല്ല ഇല്ല. ഇല്ല. നേരെ കട്ടാവാണോ? ഒന്നുകൂടെ പാടിത്തരുമോ അത്? ഈ ജന്മം ഈ ജന്മം കൂടിയണിയാൻ ഹേമന്ത നിദ്രാവരം വിജന സുരഭി. എന്റെ ഓർമ്മയില് ആ ഒരു ടെയിലും കൂടെ ഉണ്ടെന്നാണ് ഓർമ്മ. ഹേമന്ത നിദ്രാവരം വിജന സുരഭി വേണമെങ്കിൽ ഒരു വാൽ അങ്ങനെ ഒരു കൂടെ ആയിരുന്നോ? അങ്ങനെ ഒരു ഓർമ്മ. വാലല്ലേ? അപ്പൊ കുഞ്ഞാറ്റക്കിളി എന്തോ പാടണ്ടേ കേൾക്കാം. കുഞ്ഞാറ്റക്കിളി അതിനു വേണ്ടിയാ 95 കൊടുക്കാം അല്ലേ? മാർക്ക് കുറച്ച് പിടിച്ചേ തരൂ. യെസ്. കുഞ്ഞാറ്റക്കളിയുടെ ഇന്നത്തെ പാട്ടിന് 97 പ്ലസ് ഡാൻസിന് ഒരു 1.75. ഓ അപ്പൊ എത്രേ? 98.75. യെസ്, മിടുക്കി. താങ്ക് യു. അകലെ എവിടെ പോയി നീ സജലമിഴികൾ തേടുകയായി ഹൃദയനാഥ വരൂ. അത് മാത്രല്ല വേറെ ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്. കുഞ്ഞാറ്റക്കിളിയുടെ വലിയൊരു ഫാൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. കുഞ്ഞാറ്റക്കിളിയെ കാണാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. നമ്മുടെ അംബിക ആന്റിയാണ് കേട്ടോ. ആന്റി അവിടെ മൈക്കുണ്ടോ? ഇഷ്ടമാണോ കുഞ്ഞാറ്റ? ഒത്തിരി 100%. എന്തുകൊണ്ടാണ് കുഞ്ഞാറ്റ ഇഷ്ടപ്പെടുന്നത്? കുഞ്ഞാറ്റ നല്ലതുപോലെ പാടുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. നല്ല ആവശ്യമുണ്ട്. എത്രയധികം ഇഷ്ടപ്പെടുന്നു. എന്ത് പറയാനാ. അപ്പൊ നമുക്ക് എന്നാ ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ ആന്റി? വായോ. കുഞ്ഞാറ്റക്കിളിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. അപ്പൊ ആന്റി ഒത്തിരി സന്തോഷം വന്നതില്. നേരിട്ട് കണ്ടപ്പോ ഹാപ്പി ആയല്ലോ അല്ലേ? വളരെ ഹാപ്പി. ഞങ്ങളും ഹാപ്പിയാണ് ആന്റിയെ കാണാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു കുഞ്ഞാറ്റക്കിളി. താങ്ക് യു. ബൈ. രണ്ടുപേർക്കും ടാറ്റ. ഗുഡ് നൈറ്റ്. ഇനി വരാൻ പോകുന്നത് എല്ലാരും നോക്കിയിരിക്കുന്ന നമ്മുടെ ജഡ്ജസ് ചോയ്സ് ആണ്. ആ റൗണ്ട് എപ്പോഴും എല്ലാവർക്കും സ്പെഷ്യൽ ആണ്. അങ്ങനെ ജഡ്ജസ് ചോയ്സ് റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ ദിയക്കുട്ടിയാണ് എത്തുന്നത്. വിളിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്താ? അവളെ ആ ഷൂ എവിടെ പോയി? അയ്യോ, കുറച്ച് shoe ഇല്ലാതെ ദിവസമായിട്ട് ശരിയാവില്ല അതെ. ദീപുട്ടാ. അവളെ ഒരു സിഗ്നേച്ചർ പോയ പോലെ. പിന്നെ എന്ത് ചെയ്യും മല്ലയ്യ? ചിലപ്പോ ഈ പാട്ട് അങ്ങനെ ആവാൻ സാധ്യത ഉള്ളതെന്ന് അതെ. വിചാരിച്ചിട്ടാവും ഇങ്ങനെ. അന്നേരം പെർഫോമൻസ് റൗണ്ട് കിട്ടും. അപ്പോഴോ? അപ്പോഴെന്ത് ചെയ്യും? മിക്കവാറും ഷൂ ഇട്ടിട്ട് വരേണ്ടി വരും അല്ലേ? ഇല്ല ഇല്ലേ? ഇല്ല ഇല്ല. ആണോ? ആ, നമുക്ക് എന്തോ നോക്കാം. ഒരു ഉറപ്പുണ്ട് കേട്ടോ. കുറിപ്പിന്റെ ഉറപ്പാ? കുറുപ്പിന്റെ ഉറപ്പാ. ഷൂകളൊന്നും കാര്യമില്ല അല്ലേ മോളെ? പാടുന്നതിലാണ് അതെ. അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ ദിയക്കുട്ടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്നാലും MJ അങ്കിളിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനും പിന്നെ നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യണ്ടേ? Selfie. Yes. അതിനു വേണ്ടിയിട്ട് വെൽക്കം MJ അങ്കിൾ. ദിയമോൾസ് നമ്മളെ മിടുക്കി കുട്ടിയാണ്. മിടുക്കി കുട്ടിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലോഡ്സ് ഓഫ് എക്സ്ട്രോണറി പെർഫോമൻസസ് ടോപ്പ് സിംഗർ സീസൺ 6. എനിക്ക് പലപ്പോഴും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ കുഞ്ഞ് പാട്ട് കൺസീവ് ചെയ്യുന്നത്. അത് കൺസീവ് ചെയ്യുക മാത്രമല്ല, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലുള്ള പെർഫെക്ഷൻ, ഇതൊക്കെ വളരെ 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 വലിയ ടാലൻറ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ടാലന്റിന്റെ ആരാധകനാണെന്ന്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തന്നെ ആരാധകൻ എന്ന് പറയുമ്പോൾ ദിയക്കുട്ടിയുടെയും ആരാധകനാണ് കേട്ടോ. കഴിഞ്ഞ പാട്ട് തന്നെ നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ, യമുന വെറുതെ പാടുന്നു, നമ്മുടെ ഔസഫജൻ ചേട്ടൻ്റെ പാട്ടാണ്. അപ്പോൾ ചേട്ടൻ അത് കേൾക്കുന്നത് തന്നെയാണ്. ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് ചേട്ടന്. അപ്പോൾ ചേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ബിസി ആയിരുന്നു. അപ്പോൾ ചേട്ടൻ അതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് എനിക്ക് സർട്ടൻലി തരും. അത് സൂപ്പർലേറ്റീവ് ആയിരിക്കും എന്നുള്ളതിനെ പറ്റി എനിക്കൊരു സംശയമില്ല. അപ്പോൾ എത്രയോ സൂപ്പർലേറ്റീവ് പെർഫോമൻസസ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പുതിയ അരങ്ങിൽ, നമ്മുടെ അരങ്ങിൽ തന്നെ പുതിയ അരങ്ങിൽ, ഈ റൗണ്ടിലേക്ക് നമ്മുടെ ദിയക്കുട്ടി വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ
പുതിയ ജഡ്ജസ് ചോയ്സിൽ ദിയക്കുട്ടിക്ക് ഏത് പാട്ട് കിട്ടുന്നു എന്ന് നമുക്ക് നോക്കാം. യെസ്, ആരെ സെലക്ട് ചെയ്യുന്നു നമുക്ക് നോക്കാം. ബാ. ദിയക്കുട്ടി 2 പാട്ടിനും പ്രിപ്പയർഡ് അല്ലേ? ഏത് വന്നാലും നമ്മൾ പാടും. മധു അങ്കിളിനെ. മധു അങ്കിൾ. എന്തുകൊണ്ടാ മധു അങ്കിളിനെ ചൂസ് ചെയ്യുന്നത്? മധു അങ്കിൾ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, കുറച്ച് ദിവസമായി കണ്ടിട്ട്, അതുകൊണ്ട് miss ചെയ്യുന്നുണ്ട്. അതൊരു ഡിപ്ലോമാറ്റിക് ചോയ്സ് ആണ് കേട്ടോ. ആ ഡാൻസ് തുടങ്ങി. ഓ അതെന്താ അടിപൊളി hits. ഞാൻ പറഞ്ഞില്ലേ ഇത് വിട്ട് വന്നിട്ട് അടിപൊളി കിട്ടാ. അപ്പൊ ഷൂടണ്ടേ? ഷൂടണം, തീർച്ചയായും നോക്കാം. നോക്കാം. ഓക്കെ, നോക്കട്ടെ, നോക്കൂ. അതെ. അപ്പൊ നമ്മുടെ ദിയക്കുട്ടി പാട്ട് പാടാൻ റെഡിയാണ്. പ്രേക്ഷകരെല്ലാവരും താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ദിയക്കുട്ടിന് വോട്ട് ചെയ്യണം. ദിയക്കുട്ടി ഓൾ ദ വെരി ബെസ്റ്റ്. പോയി റെഡി ആയിട്ട് വരും. ഓക്കെ. സന്ധ്യയും മലർമേഘവും ഒരു മായായ വനികയാ.
ഗംഭീരം. എനിക്ക് വയ്യ എന്റെ ദിയക്കുട്ടി. അതെ, ഒരു ബോംബ് വന്ന് വീണ പോലെ ഉണ്ട്. തകർന്ന് തരിപ്പാണ്. മകളെ മീനുട്ടി, എന്തോ കുറച്ച് H2O കൊടുക്കൂ. കൊടുക്കണോ? കൊടുക്കണം. കൊടുത്തിട്ടുണ്ട് ഞാൻ. കൊടുത്തോ? ആ, കൊടുത്തു. ഈ പാട്ട് കേട്ട് നമ്മളും വെള്ളം കുടിച്ചു എന്നുള്ളതാണ്. അതെ, ശ്വാസം മുട്ടിപ്പോയി. മീനുകൂട്ടാ, എന്തോ ഈ പ്രകാശം പരത്തുന്ന പെൺകുട്ടി അതാരാണ്? അതിപ്പോ ദിയക്കുട്ടിയാണ്. ദിയക്കുട്ടിയാണ്. ആ, മനസ്സിൽ കവിത കൊട്ടത് കൊട്ടത് കൊട്ടട്ടെ. കൊട്ടിക്കോ. സംഗീതം പെയ്ക്കുന്ന പെൺകുട്ടി ആരാണ്? ദിയക്കുട്ടിയാണ്. കുട്ടി. ശ്രുതി ശ്വാസമാക്കുന്ന പെൺകുട്ടി ആരാണ്? ദിയക്കുട്ടി. ലയത്തിൽ ജീവിക്കുന്ന പെൺകുട്ടി ആരാണ്? ദിയക്കുട്ടി. രാഗത്തെ നൃത്തമാടിക്കുന്ന പെൺകുട്ടി ആരാണ്? ദിയക്കുട്ടി. ഇപ്പൊ ഇത്ര എന്റെ കംപ്ലീറ്റ് എനിക്ക് തരാനുള്ളതൊക്കെ തന്നു ഞാൻ കഴിഞ്ഞു. പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ആയി പോയത്. ഇനി ബാക്കിയില്ല, മനസ്സിൽ ഒന്നും ബാക്കിയില്ല കേട്ടോ. ഉഗ്രനായിരുന്നു കേട്ടോ. വെരി ടഫ് സോങ്. ഈവൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോലും, ചിന്തിക്കാൻ പോലും ഈ പാട്ടൊക്കെ എടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ ഞാനൊക്കെയാണ് ഇത് പാടണമെങ്കിൽ ഇവിടുന്ന് പെറുക്കി എടുത്തോണ്ട് പോയെന്ന്. പക്ഷെ ദീകുട്ടി അത് ഗംഭീരമാക്കി, അതിഗംഭീരമാക്കി. ഈ റൗണ്ടിന് നമുക്ക് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അതിനെ വളർത്തി കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് 3 പേർക്കും അഭിമാനം. ഇവിടെ നട്ടുവാങ്കൻ സുശീൽ കുമാർ ഉണ്ടായിരുന്നു. സുശീൽ കുമാറിന് ഒരു ഗംഭീര കൈയ്യടി കൊടുക്കാം. സുഷേ, ഇനി കീബോർഡിന്റെ കൂടെ ഇതും കൂടെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ റെയർ ആയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ സർവലഘു ടീം അതെങ്ങനെയായിരുന്നു? 1 2 3 4 ഒരു പെരുമഴയുടെ കുറവുണ്ടായിരുന്നു, അതിപ്പോ നികത്തി. പിന്നെ 1-2 പോർഷൻസ് മാത്രം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. മൈക്രോ ആണ്, പക്ഷെ അത് മാക്രോ ആയിട്ട് നമ്മൾ കണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പാതി തോരാത്ത ദീപനാളങ്ങൾ എന്നുള്ള ഇടത്തില് മൈക്രോ ശ്രുതി പ്രശ്നം ഉള്ളതായിട്ട് ഇവിടെ തെളിഞ്ഞു വന്നു. ഓക്കെ, പേലവാങ്കുലികൾ എന്ന് പാടിയില്ലേ, അത് ഇങ്ങനെ താളത്തിൽ പാടുമ്പോ പേലവാങ്കുലികൾ പേലവാങ്കുലികൾ അങ്ങനെ വേണ്ടേ? അത് പേലവാങ്കുലികൾ നായിപ്പോയി പ്രശ്നമാണ് അല്ലേ? നാച്ചുറൽ ആണ്. ഇത് പാടുമ്പോഴത്തേക്ക് ലൈവായിട്ട് ഇത് പാടാൻ ഒരാൾക്കും ചിന്തിക്കാൻ പോലും പറ്റൂല. പക്ഷെ ദിയക്കുട്ടി അത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ചെറിയൊരു ഞാൻ പറഞ്ഞ പോലെ മൈക്രോ പ്രശ്നമുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്ത് പാടിക്കേ. ഓൾമോസ്റ്റ് ദെയർ. ഒരു ചെറിയ ലേറ്റൻസി ഉണ്ട്, അത് കുഴപ്പമില്ല. അതെ, നമ്മുടെ ഡാൻസേഴ്സിലെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ധനശ്രീ കുട്ടിയുടെ അമ്മയുടെ ശിഷ്യന്മാരാണ് അല്ലേ? ധനശ്രീ കുട്ടിയുടെ അമ്മയാണ് കൊറിയോഗ്രഫി ബ്രില്യന്റ്ലി ഡൺ ആ കൊറിയോഗ്രഫി. പിന്നെ ഓരോ ചലനങ്ങളും വളരെയധികം സുന്ദരങ്ങളായിരുന്നു. അത് തീർച്ചയായിട്ടും. ഓരോരുത്തരും ഒന്ന് പരിചയപ്പെടുത്താമോ? പേരെന്താ? എന്റെ പേര് നന്ദന. ഞാൻ 9th പഠിക്കുന്നത്. നന്ദന ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ല. എന്റെ പേര് അപ്സര. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതാണ്. PG കഴിഞ്ഞു. എന്റെ പേര് പാർവതി. ഞാൻ ബിടെക് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. എന്റെ പേര് പ്രതിഭ. ഞാൻ 9th പഠിക്കുന്നു ഇപ്പൊ. എന്റെ പേര് പവിത്ര. ഞാൻ ബിടെക് സ്റ്റുഡന്റ് ആണ്. ഇന്ന് അങ്കിളിനും ഒരു വളരെ സ്പെഷ്യൽ ഒരു ഡേ ആണ്. കാരണം ഇവിടെ തീക്കുട്ടിയുടെ പാട്ട് കേൾക്കാനായിട്ട് ഒരു വളരെ സ്പെഷ്യൽ പേഴ്സൺ വന്നിട്ടുണ്ട്. എന്റെ ഒരേ ഒരു ചേട്ടനാണ്, പ്രകാശ് ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ ഒരു ഉഗ്രൻ മ്യൂസീഷ്യൻ ആണ്. അപ്പൊ ചേട്ടന്റെ മുമ്പിലും പാടാൻ പറ്റിയത് ഒരു ഭാഗ്യമായി. അങ്കിള് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായി. തീർച്ചയായിട്ടും. എന്തോ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സ്വന്തം മൈക്കൽ ജാക്സനെ കൂടി കവിയാക്കിയ ദിയാക്കുട്ടിക്ക്
സമ്മതിച്ചു ദിയാക്കുട്ടി. താങ്ക് യു ഇത് ദിയാക്കുട്ടറ കഴിവാ കേട്ടോ. അതെ. ആരും പറഞ്ഞില്ലല്ലോ അങ്ങനെ ഡാൻസ് ചെയ്യാനും അറിയുമെന്ന്. ഞാൻ ആദ്യമായിട്ട് കാണാം. ദിയക്കുട്ടി ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നുണ്ടോ? പഠിച്ചിട്ടുണ്ട്. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. പക്ഷെ ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു. അതായത് കൃത്യമായിട്ട് അങ്ങോട്ട് ഡാൻസ് ചെയ്യാനും പറ്റില്ല, പാട്ടിൽ ശ്രദ്ധിക്കണം. അതെ, പക്ഷെ എന്നാലും ആ ഗ്രേസ് പോവാതെ എല്ലാ സ്റ്റെപ്സും ചെയ്തു. പാട്ടിലും വളരെ ശ്രദ്ധിച്ചു. നമുക്ക് ഫ്ലോസ് ഒന്നും പറയാനേ പറ്റില്ല. ഫ്ലോസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു അബദ്ധമായിരിക്കും. കാരണം ഇത്രയും ഡാൻസും ചെയ്ത് ഇതെല്ലാം ശ്രദ്ധിച്ച് പാടണമെങ്കിൽ, ഇത്രയും ടഫ് ചാലഞ്ചിങ് സോങ് പാടണമെങ്കിൽ യു ഷുഡ് ബി ഇമ്മൻസ്ലി ടാലന്റഡ്. അതൊരു നമുക്കൊന്നും പറയാൻ പറ്റില്ല പാട്ടിന്റെ കാര്യത്തിൽ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഇൻക്രെഡിബിൾ പെർഫോമൻസ് എന്ന് പറയാം. എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഇങ്ങനെ മൈക്ക് പിടിച്ചിട്ട് പാടിയിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട് ഭരതനാട്യം. അല്ലേ? ഭരതനാട്യം ഈ മൈക്ക് പിടിച്ചിട്ട് ഡാൻസ് ചെയ്തതായിട്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഇനിയിപ്പോ അതിൽ ഒന്നും പറയാനില്ല എനിക്ക്. ദാറ്റ്സ് ഇറ്റ്. ബ്യൂട്ടിഫുൾ മോളെ. ഹാർട്ടി കൺഗ്രാറ്റ്സ്. വേറൊരു കാര്യം നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദിയക്കുട്ടി വളരെ ബ്രില്യൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ എത്രയാണ് ആ ഡാൻസ് ചെയ്യേണ്ടത്, എനർജി ലൂസ് ചെയ്യാതെ എങ്ങനെ ഡാൻസ് ചെയ്തു എന്ന് വരുത്തി തീർക്കാം. അല്ലേ? അങ്ങനെ ഒരു പരിപാടിയില്ലേ? സത്യമല്ലേ? കണ്ടുപിടിച്ചേ. അതുണ്ട് കേട്ടോ. അത് ബ്രില്യൻ്റ് ആണ്. കാരണം കുറച്ചും കൂടെ ഡാൻസ് ചെയ്തെങ്കിൽ നമുക്ക് പാടാൻ, അല്ലെങ്കിൽ ഈ പാട്ട് പാടാൻ ബ്രത്ത് നമുക്ക് ഓക്സിജൻ കൂടെ വെക്കേണ്ടി വരും. അപ്പൊ അതിനിടയിൽ അങ്ങനെ കണ്ടുപിടിച്ചില്ലേ? ദാറ്റ് ഇസ് ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. അത് തുടക്കത്തിൽ തന്നെ അത് കാണാനുണ്ടായിരുന്നു എം ജി സാർ. സ്റ്റാർട്ട് ചെയ്തപ്പോ ഇൻട്രോയില് നല്ല ഡാൻസും സ്റ്റെപ്സും ഒക്കെ വന്ന് പെട്ടെന്ന് നേരെ പാട്ടിലേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഇങ്ങനെ ടെൻഷനാവും. അയ്യോ ഇത് കിട്ടുമോ, ബ്രത്ത് കിട്ടുമോ എന്നുള്ളവരിൽ നമുക്ക് ഇങ്ങനെ ടെൻഷനാവും. പക്ഷെ ദിയക്കുട്ടിയുടെ കയ്യിൽ എല്ലാ പാട്ടും സേഫാണ്, ഭദ്രമാണ്, വെരി സേഫ്. ഞാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ. വെരി ഗുഡ് കേട്ടോ. ആര്യക്കുട്ടി, നമ്മളൊരു ടീമല്ലേ? ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോരുന്നു എന്റെ കൂടെ. ദിയയുടെ ആ പാട്ടിനും പെർഫോമൻസിനും ആഡ് ഓൺ ആയിട്ടാണ് ഇന്നത്തെ ഡാൻസേഴ്സും ടോപ്പ് ബാൻഡും ഉണ്ടായിരുന്നത് എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയാനുണ്ട്. ബ്യൂട്ടിഫുൾ, അമേസിംഗ് പെർഫോമൻസ്, അമേസിംഗ്. ഒന്നും പറയാനില്ല. ലൈവിൽ ഇതൊക്കെ പാടുകയെന്ന് പറഞ്ഞാൽ നമിച്ചു. ഹാറ്റ്സ് ഓഫ്. പറഞ്ഞോ. 97 നോ, കുറവാണോ കൂടുതലാണോ? കള്ളത്തരല്ലേ ഇത്? കുറച്ചുകൂടെ പൊക്കോട്ടെ. 98 പൊക്കോട്ടെ. ഇനിയും പൊക്കോട്ടെ. 98.5 പൊക്കോട്ടെ. 99 പൊക്കോട്ടെ. 99.5 ഈ ബായ് കുറച്ചുകൂടെ 0.75 പറയരുത്, തല്ലു ഞാൻ. പറഞ്ഞോ. Diyakutti going to be awarded 100 on 100 plus 3 stars today. ഒരു മധുരമഴ. അത് മാത്രമല്ല, നമ്മുടെ ദിയക്കുട്ടിയാണ് ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. ഉണ്ണിയക്കൾ, വെൽക്കം. ഉണ്ണിയക്കൾ, നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ആളുണ്ടല്ലോ. സ്പെഷ്യൽ ആള് വന്ന് ഇന്ന് പാട്ടൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് അവിടെ നിന്ന് കേട്ടത്. അപ്പം ഉറപ്പായിട്ടും ദിയക്കുട്ടിയുടെ ഒരു ലക്കായിരിക്കും ഇന്ന് അങ്കിളുടെയും കൂടെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റിയത്. MJ അങ്കിളുടെ ചേട്ടനെ കൂടി നമുക്ക് വിളിക്കാം. ഞങ്ങളുടെ ബ്ലെസ്സിംഗ് ആണ് കേട്ടോ, അതൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. വെൽക്കം. All the way from Malaysia. അപ്പൊ അങ്കിൾ നമുക്ക് കൊടുക്കാം. 2 ഗിഫ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിലിന്റെ ഒരു സ്നേഹോപഹാരം ദിയക്കുട്ടിക്ക്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഉടുപ്പ്. അപ്പൊ ചേട്ടന്റെ വക ഒരു 2 വാക്ക് മോളെ പറ്റി. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷെ വളരെ എനർജൈസിങ് ആയിരുന്നു. നല്ലോണം പാടി, ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്.
ഇതിന് ഈ പെർഫോമൻസിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മുടെ ദിയക്കുട്ടിയുടെ പെർഫോമൻസ് കാണാനും കേൾക്കാനും ദിയക്കുട്ടിയുടെ ടീച്ചേഴ്സും കൂടി വന്നിട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും താങ്ക് യു കേട്ടോ നേരിട്ട് വന്നതിന്. പിന്നെ ഒരു ഇരട്ടി മധുരത്തിനും നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ സന്തോഷത്തിന് വേണ്ടി കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും പിന്നെ ദിയക്കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് മെയിൻ. നമുക്ക് ഒരു ടീച്ചറിനെ ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? അപ്പൊ ടീച്ചർ വെൽക്കം. നമ്മൾ 4 പേരെ വന്നിട്ടില്ല, അവരെയും കൂടെ കൂട്ടണം. അവരെയും കൂടെ അങ്ങോട്ട് വിളിക്കുന്നു. അതെ. അപ്പൊ നമ്മുടെ ഡാൻസ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും മിഠായി എടുത്തില്ലേ? എല്ലാവർക്കും താങ്ക് യു കേട്ടോ. നമുക്ക് അവിടെ ഇരിക്കാം ഇനി. ഓക്കെ, താങ്ക് യു. ഉണ്ണി അങ്കിൾ, അങ്കിൾ താങ്ക് യു സോ മച്ച്. അവിടെ ഇരിക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു. ദിയക്കുട്ടിക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണേ. താങ്ക് യു. എല്ലാ ടീച്ചേഴ്സിനും താങ്ക് യു സോ മച്ച്. വിദ്യാലയത്തിലെ മുഴുവൻ ടീച്ചേഴ്സിന്റെയും വക ഒരു ഉപഹാരം കൂടി മോക്ക് കൊടുക്കുവാണ്. നമ്മൾ വന്ന ദിവസം തന്നെ മോക്ക് 100-ൽ 100 കിട്ടുകയും ചെയ്തു. ആകെ മനസ്സിന് വലിയൊരു പുളകം. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് കേട്ടോ. ബൈ ബൈ. താങ്ക് യു ദിയക്കുട്ടി. കൺഗ്രാറ്റ്സ്. ബൈ ബൈ.